ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നലെയാണെങ്കിൽ ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തോന്നൊരു റാം ചലഞ്ചൊക്കെ ചെയ്യണമെന്ന്. ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ഭയങ്കര സൂപ്പർ സ്റ്റാറൊക്കെ ആയില്ലേ, അതുകൊണ്ട് തന്നെയൊക്കെ റാം ചലഞ്ചിനൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്തോ ഒരു ഇമ്പോസിബിൾ റാം ചലഞ്ചാണ്. അതിൻ്റെ ലൊക്കേഷൻ ആണെങ്കിൽ എനിക്ക് ഇട്ട് തന്നു. അതെ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഗായ്സ്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങോട്ടൊക്കെ പോവാം ഗായ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ലൊക്കേഷനിലോട്ടൊക്കെ പോവാം. എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെയാണെന്ന് ആ കോൺട്രാക്ടർ പറഞ്ഞത്. ഗൈസിന് മസ്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കാലം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ദൂരമൊന്നുമില്ല, ഒരു 5 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. അങ്ങനെ ആ കോൺട്രാക്ടറിനോട് പറഞ്ഞു. ആ കോൺട്രാക്ടർ വണ്ടി എൻ്റെ വണ്ടി ഡാമേജ് ആയി. തൽക്കാലത്തേക്ക് ഫോണിൽ വിളിച്ച് പറയാം. ഹലോ ഗൈസ്, കുന്തോ ആട് വന്നിട്ടുണ്ട് ഗൈസ്. ഒന്ന് കട്ട് ചെയ്യണമല്ലോ പെട്ടെന്ന്. അപ്പം ഗൈസ്, ഞാൻ ഇപ്പോൾ അവനെ വിളിക്കുവാണ് ഗൈസ്. ഹലോടാ കോൺട്രാക്ടറെ. ഡാന്നാ അല്ല, സോറി സാർ. ഇപ്പം ഞാൻ ഇപ്പം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാനിപ്പം ഇത് കണ്ടിന്യൂ ചെയ്യട്ടെ? കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമില്ല. പിന്നെ കണ്ടിന്യൂ ചെയ്യണം. ഡിസ്ക്വാളിഫൈ ആവില്ല. ഡിസ്ക്വാളിഫൈ ചെയ്താൽ പിന്നെ റീട്രൈ ചെയ്യേണ്ടി വരും. എന്നാൽ ഓക്കെ, ബൈ. ഓക്കെ, ബൈ. അപ്പം ഗൈസ്, നമുക്കിനി റാമ്പ് ചലഞ്ചൊക്കെ ഐശ്വര്യമായിട്ട് തുടങ്ങാം. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് റാമ്പ് ചലഞ്ചൊക്കെ തുടങ്ങാൻ പോവാണ് ഞാൻ. മസ്താങ് ആണെങ്കിൽ മസ്താങ് കിട്ടും. അയാൾ ഇന്നലെ എന്നോട് പറഞ്ഞ് ഇത് കംപ്ലീറ്റ് ചെയ്യണം, ലംബോർഗിനി കുറേ കാശ് തരാം. പറ്റിക്കുകയാണെങ്കിൽ അയാളെ ഞാൻ കുഴപ്പമില്ല, ഇതൊന്ന് തീർക്കണം. ഇങ്ങനെ KTM ബൈക്കാണ് ഗൈസ്. ഇതെനിക്ക് ഈസി ആയിട്ട് തോന്നുന്നു, എന്നെ കണ്ടറിയാം. സ്ലോ ആൻഡ് സ്റ്റഡി. പകുതിയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണമെന്ന് മാക്സിമം പറഞ്ഞത്. ഇനി അഥവാ താരെ വീരുവാണെങ്കിലും പകുതി കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ സമ്മാനം തരുമെന്ന് കോൺട്രാക്ടർ പറഞ്ഞത്. പിന്നെ പതുക്കെയൊക്കെ പോവാ ഗൈസ്, പതുക്കെ. ഇവിടെ ആണെങ്കിൽ ഒരു കറങ്ങുന്നൊരു കണ്ടെയ്നറൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ അതിനെയൊക്കെ സർവൈവ് ചെയ്യണം. ഇവിടെ ഒരു കണ്ടെയ്നറൊക്കെ വന്നു. ഓ ഗൈസ്, ഞാൻ ഇപ്പോൾ വീണ ജസ്റ്റ് മിസ്. ഇത് കറങ്ങി വരാൻ സമയം എടുക്കും.
ഗൈസ്. ജസ്റ്റ് മിസ് ഗൈസ്. പതുക്കെ ഇവിടെ കുറെ കോൺസ് ഒക്കെ വെച്ച് എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാനൊക്കെ പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്. എങ്ങനെയൊക്കെയോ ഞാൻ ഇതുവരെ എത്തി. ഇനി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഒന്ന് ഉല്ലസിക്കാൻ. എങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ള പാടാണോ? എനിക്ക് പാടായിട്ട് തോന്നില്ല. എന്താണ് കറങ്ങി യൂട്ടേൺ അടിച്ച് യൂട്ടേണൊക്കെ അടിച്ച് വരണമെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പം യൂട്ടേണൊക്കെ എന്തിനാ എവിടെ മാത്രം മതിൽ വെച്ചേക്കുന്നത്? വെക്കുവാണെങ്കിൽ എല്ലായിടത്തും വെച്ചൂടെ? ഇവിടെ നിന്ന് ഒളിച്ചിരിക്കാനോ? യൂട്ടേണ് എടുത്തിട്ട് വന്നില്ലെങ്കിൽ അവർ ഡിസ്ക്വാളിഫൈ ചെയ്യും എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞാൻ എത്തിയിട്ടുണ്ട് ഗൈസ്. കോൺട്രാക്ടറിനാണെങ്കിൽ എല്ലാം കാണാൻ പറ്റും ഗൈസ്. ഇവിടെ എല്ലാം കൊച്ചു കൊച്ചു ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് കാണാം. ഇതൊരു സ്ലോപ്പാണ് ഗൈസ്. സ്ലോ ആൻഡ് സ്റ്റഡി. അങ്ങനെ തന്നെ ഇതിന്റെ ഫസ്റ്റ് റാം ചലഞ്ചാണ് ഗൈസ്. ഇനിയും ഉണ്ടെന്നാ പറഞ്ഞത്. എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഒരു ഗിഫ്റ്റും തരുമെന്ന് അയാൾ പറഞ്ഞു. ഓക്കെ, എന്ത് വായിക്കും ഗൈസ്? Can wait to see it. മൊത്തം റാമ്പാണ് ഗൈസ്. ഇപ്പൊ ഞാൻ വീണേന. ഇത് ഇതിന്റെ എൻഡ് ആണോ ഗൈസ്? എനിക്ക് തോന്നുന്നില്ല. ഞാൻ സ്റ്റേജ് 2 ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. എന്തിനാണ് നമ്മൾ ഇവിടെ വന്നത്? Why did we come here? ഇനി വല്ല സ്റ്റേജ് വല്ലതും ഉണ്ടോ? നിന്റെ താര വല്ലതും ഉണ്ടോ? എനിക്ക് നോക്കുമ്പോഴേ പേടിയാവും. നിന്റെ മേളിൽ എന്തെങ്കിലും ഉണ്ടോ? പോയി നോക്കിയേക്കാം. നല്ല അറിയാൻ പറ്റുള്ളൂ. ഇത് എക്സ്പ്ലോർ ചെയ്യണ്ടേ? അയ്യോ, ഞാൻ എൻ്റെ മേളിൽ കയറി ഗൈസ്. എന്തിനാന്ന് മാത്രം ഒരു പിടിയും ഇല്ല. അയ്യോ എനിക്ക് ഗൈസ് തറ വീണു. ഗൈസ് എൻ്റെ തലയൊക്കെ ഇഞ്ചേർഡായി ഇച്ചിരി. അപ്പോൾ എന്നെ കോൺട്രാക്ടർ വിളിക്കുന്നുണ്ട് ഗൈസ്. ഹലോ, എന്തുവാ? ഇതാണ് ഞാൻ വീട്ടിൽ വന്നല്ലോ എത്തിയിട്ടുണ്ട്. അതാണോ? അത് അതിൻ്റെ എൻഡാണ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തോ? നീ അത് കംപ്ലീറ്റ് ചെയ്ത്. എൻ്റെ ഫസ്റ്റ് റാം ചലഞ്ച്. നീ പേടിക്കണ്ട, ഇനിയുണ്ട്. അപ്പം നിനക്ക് ലംബോർഗിനിയും 3000 കാശും കിട്ടും. നിൻ്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. അപ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ ശരിയാടാ, തിരിച്ച് അതേ വരി തന്നെ ഇങ്ങ് വാ. തിരിച്ച് അതേ വരി തന്നെ വരണോ? ഇല്ലടാ, ചുമ്മാ പറഞ്ഞേ. നിന്നെ ഹെലികോപ്റ്റർ ഒന്ന് വിളിക്കും. അങ്ങനെ ഒരു ലക്കുണ്ട് നിനക്ക്, കാരണം നീ ഇത് കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ ശരി, ഹെലികോപ്റ്റർ 5 മിനിറ്റിനുള്ളിൽ വരും. ഓക്കേ. അപ്പം ഗൈസ്, ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. സോ ബൈ ഗൈസ്.